1925 പുറത്തിറങ്ങിയപ്പോൾ അതിന് മുമ്പ് വന്ന നിരവധി തർജ്ജമകളുണ്ടായിരുന്നു. ഷേക്സ്പിയറുടെയും എല്ലാം തർജ്ജമകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇതെങ്ങനെ മുൻപന്തിയിലേക്ക് വന്നത്, അതിന് ചില കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും. ഒന്നാമതായിട്ട് പാവങ്ങളിൽ നാലപ്പാട്ട് ഉപയോഗിച്ച മലയാള ഗദ്യശൈലി അതുവരെ മലയാളത്തിൽ കാണാത്ത ഒരു പുതിയ ഗദ്യശൈലി ആയിരുന്നു എന്നുള്ളതാണ്. ആളുകളുടെ ഉള്ളിൽ തട്ടുന്ന വിധത്തിൽ ഒരു കഥ പറയാൻ ആ ഗദ്യശൈലിയാണ് പഴയ ശൈലിയേക്കാൾ നല്ലത് എന്ന് മലയാളികളായ എഴുത്തുകാർ പെട്ടെന്ന് മനസ്സിലാക്കി. പാവങ്ങളുടെ പശ്ചാത്തലം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലമായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ആശയങ്ങളുടെ പുളകാങ്കുരമണിഞ്ഞു നിന്ന ഒരു ജനതയുടെ യുവരക്തത്തിന് അതിലെ മാനവികതയുടെ മാനങ്ങൾ പുതിയൊരു ഉണർവ് നൽകി. മനുഷ്യൻ്റെ ഉള്ളിൽ എത്ര കൊടിയ പാപം ചെയ്തവനായാലും ശരി, നന്മയുടെ ഒരു കിരണം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ തട്ടി ഉണർത്തുന്ന ഹ്യൂഗോയുടെ വിശ്വാസപരമായ നോവൽ മലയാളികളെയും ഉണർത്തി. ആ നന്മയെയാണ് അത് തൊട്ടുണർത്തിയത്. ആരൊക്കെ ശൈലീഭംഗം എന്ന് നിലവിളിച്ചാലും ശരി, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും കിടന്ന് നിലവിളിക്കുന്ന പാവം മാനവഹൃദയത്തിലെ നിലവിളിക്ക് മുമ്പിൽ ആ വിഭക്തി മുട്ടുകുത്തിയേ തീരൂ. കാരണം ആ നന്മ, ആ മാനവികതയാണ് എപ്പോഴും ഈശ്വരനിഷ്ടം എന്നുള്ളതുപോലെ മനുഷ്യർക്കും അതാണ് ഇഷ്ടം. അതിൻ്റെ തെളിവായിട്ട് ജനങ്ങൾ ആലപ്പാട്ടിൻ്റെ പാവങ്ങളെ ഹർഷാരവത്തോടെ സ്വീകരിച്ചു. പണ്ഡിതന്മാർക്കും അത് മോശമാണെന്ന് പറയാൻ വയ്യാതെയായി, അതിന് തരല്ലാതെയായി. അങ്ങനെയുള്ളൊരു രീതിക്ക് അത് വന്നു. നാലപ്പാടൻ മറ്റൊരു ഫ്രഞ്ചുകാരൻ്റെ കൃതി കൂടി തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതത്ര വലിയ പ്രധാനമായൊരു കൃതിയല്ല. എങ്കിലും ആ കൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടി ഒന്ന് ഇവിടെ നമുക്ക് പരാമർശിക്കാം. അത് മോറിസ് മെറ്റർലിങ്കിൻ്റെ ഒരു ഇംഗ്ലീഷ് വിവർത്തനത്തിന് അഗ്ലാവാനി ആൻഡ് സെല്ലിസിഗി എന്നുള്ളതിന് കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം നൽകിയിട്ട് സ്വതന്ത്രമായ ഒരു അനുവാദം ചെയ്ത ഒരു സാപത്യം എന്നുള്ള ഒരു ഗദ്യനാടകമാണ് അത് 1935 വന്നത്. മെറ്റർലിങ്കിൻ്റെ ദ ഓൾഡ് മാൻ ഹൂ ഡസ് നോട്ട് വാണ്ട് ടു ഡൈ, ദ ചൈൽഡ് ഹൂ ഡസ് നോട്ട് വാണ്ട് ടു ഡൈ എന്ന രണ്ട് ലഘുനാടകങ്ങൾ അതിൻ്റെ മുമ്പ് മലയാളത്തിൽ തന്നെ കന്യക എന്നുള്ള പേരിൽ ആരോ തർജ്ജമ ചെയ്തിട്ടുണ്ട്. 1948 മെറ്റർലിങ്കിൻ്റെ ഒരു നാടകം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൃതികൾ പലരും തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്ര വലിയ കാര്യമായിട്ട് സാപത്യം എന്ന് പറയുന്നത് മെറ്റർലിങ്കിനെ ഒന്ന് പരിചയപ്പെടുത്തി എന്നുള്ളതല്ലാതെ നാലപ്പാട്ടൻ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ആരും പറയില്ല. പാവങ്ങളാണ് ശരിക്കും ഇത് എന്താ പറയുക, ഗദ്യശൈലിയും ആ രീതിയും എല്ലാവരെയും പ്രചോദിപ്പിച്ച കൃതി പാവങ്ങളാണ്. സാഹിത്യത്തിൽ റൊമാൻറ്റിസിസും ഉണ്ട്, റിയലിസവും ഉണ്ട്. 1925 പാവങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ഈ രണ്ട് ശാഖകൾക്കും പെട്ടെന്നൊരു നവോത്ഥാനമുണ്ടായി. കാരണം ഹ്യൂഗോ ഒരേ സമയം ഒരു റിയലിസ്റ്റുമാണ്, ഒരു റൊമാൻറ്റിക്കുമാണ്. ഹ്യൂഗോവിൻ്റെ ജീവിതാദർശങ്ങൾ അന്ന് ശക്തി ആർജിച്ചു കൊണ്ടിരുന്ന കേരളത്തിലെ മാർക്സിസ്റ്റ് ചിന്തകന്മാരെയും പുതിയ രാഷ്ട്രീയ ബോധം ഉടലെടുക്കുന്ന നമ്മുടെ യുവാക്കളുടെ മനസ്സിനെയും ജീവൽ സാഹിത്യത്തിലേക്കും പുരോഗമന സാഹിത്യത്തിലേക്കും സോഷ്യലിസ്റ്റ് റിയലിസത്തിലേക്കും നയിച്ചു. അതേസമയം സാഹിത്യം ജനകീയമായ മാത്രം പോരാ, അതിൽ മനോഹരമായ വാക്യങ്ങൾ ഉണ്ടായാലും പോരാ, ഹൃദയത്തിൽ തറയ്ക്കുംപടി ആവിഷ്കരിച്ച് അനുഭൂതിയിൽ നിന്ന് അനുഭൂതിയിലേക്ക് എത്തിക്കണം എന്ന ഒരു നിലപാടും വളരെയധികം പേർ എടുക്കുകയുണ്ടായി. അങ്ങനെ രൂപഭദ്രതാവാദം എന്ന ഒന്ന് മലയാള സാഹിത്യത്തിൽ ഉടലെടുത്തു. കൊസത്തിനെ പരുക്കനായ രാങ്ങൽ രാങ് എന്ന പോലെ എടുത്തു വളർത്തി അവളുടെ വിവാഹത്താൽ ഏകാഗിയായിപ്പോയ പപ്പു എന്ന റിക്ഷക്കാരൻ്റെ കഥ പിന്നീട് ഓടയിൽ നിന്ന് എന്ന പേരിൽ പ്രസിദ്ധമായി. ഹ്യൂഗോവിൻ്റെ നോവലിൽ റൊമാൻറ്റിസിസവും ഉണ്ട്, നാച്ചുറലിസവും ഉണ്ട്. ഫ്രഞ്ച് നോവലിസ്റ്റായ എമിലി സോള നാച്ചുറലിസം മാത്രം മതി എന്നും നോവലിസ്റ്റ് നിർവികാരതയോടെ ഒരു ശാസ്ത്രജ്ഞനെ പോലെ വിഷയം കൈകാര്യം ചെയ്യണമെന്നും പിൽക്കാലത്ത് വാദിച്ചു. പക്ഷേ പ്രസിദ്ധനായ തോമസ് ഹാർഡി അതിനെതിരായിരുന്നു. കഥ പറയാൻ കൊള്ളാവുന്നതാവണം. വായനക്കാരന് താൻ എന്നും ചുറ്റും കണ്ടിരിക്കുന്ന ഈ ഭൗതിക ജീവിതമല്ലാതെ മറ്റൊന്നും വരച്ചു കാട്ടാൻ നോവലിസ്റ്റിന് ഇല്ല എന്ന് വരികിൽ അയാൾ വായനക്കാരൻ്റെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുകയാണ് എന്നാണ് ഹാർഡിയുടെ നിലപാട്. എന്തെങ്കിലും ഒന്ന് അവരെ പ്രചോദിപ്പിക്കുന്നത് വേണം, വെറുതെ അവിടെ ഇങ്ങനെ പറഞ്ഞാൽ യാതൊരു കാര്യമില്ല എന്നാണ് ഹാർഡി പറഞ്ഞത്. ഹ്യൂഗോയുടെ നിലപാടും ഇതാണ്.
നാലപ്പാടിനും ഇതേ അഭിപ്രായമായിരുന്നു. അപ്പോൾ ഹ്യൂഗോവിൻ്റെ നാച്ചുറലിസം മാത്രം ഒരു വിഭാഗം സ്വീകരിച്ചപ്പോൾ മറ്റൊരു വിഭാഗം റൊമാൻറ്റിസിസത്താൽ ആകൃഷ്ടരായി. ഇവരിൽ പ്രമുഖൻ വള്ളത്തോൾ മഹാകവിയായിരുന്നു. ഇത് രണ്ടും ചേർന്ന നാലപ്പാടിൻ്റെ പ്രതിഭ അങ്ങനെയാണ് ധന്യമായത്. രണ്ട് തരക്കാരെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു കൃതി പ്രചോദിപ്പിക്കുകയുണ്ടായി. മലയാള സാഹിത്യ ചരിത്രത്തിൽ പഴയതിനെല്ലാം തുടച്ചു മാറ്റി പുതിയതിനെ ലബ്ധപ്രതിഷ്ഠമാക്കുന്നതിൽ, ആ പ്രവണതകൾ ഉണ്ടാക്കുന്നതിൽ പാവങ്ങൾ വഹിച്ച പങ്ക് സ്തുത്യർഹമായിരുന്നു.